സർക്കാരുമായി കരാർ ഒപ്പുവയ്ക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഹൈക്കോടതിയുടെയും മേൽനോട്ട സമിതിയുടെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി 1 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-നകം ജെയിംസ് കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. കരുണയിൽ അയോഗ്യരെന്ന് കണ്ടെത്തിയ 30 വിദ്യാർത്ഥികൾക്ക് പകരമായി ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചവരുടെ പട്ടിക കോടതി അംഗീകരിച്ചു. മെഡിക്കൽ പ്രവേശന പട്ടിക റദ്ദാക്കിയ ജെയിംസ് കമ്മിറ്റിയുടെ നടപടിക്കെതിരെ കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രവേശനം സംബന്ധിച്ച് ജെയിംസ് കമ്മിറ്റിയും കോടതിയും നൽകിയ നിർദ്ദേശങ്ങൾ 2 കോളേജുകളും ലംഘിച്ചതായി ഹൈക്കോടതി കണ്ടെത്തി. ഇതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി പിഴ ചുമത്തി. ഓരോ ലക്ഷം രൂപ വീതം കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകൾ പിഴയൊടുക്കണം. ഈ തുക ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട്. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-ന് മുൻപ് ജെയിംസ് കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. പ്രവേശനം സംബന്ധിച്ച പരാതികൾ ജെയിംസ് കമ്മിറ്റി പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. യോഗ്യരെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനും ആരോഗ്യ സർവകലാശാലയ്ക്കും കൈമാറണം. കരുണ മാനേജ്മെന്റ് പ്രവേശനം നൽകിയ 30 വിദ്യാർത്ഥികൾ അയോഗ്യരെന്ന് ജെയിംസ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. പ്രവേശന പരീക്ഷാ മേൽനോട്ട സമിതി പകരം നിർദ്ദേശിച്ച 30 കുട്ടികളുടെ പട്ടികയ്ക്ക് ഹൈക്കോടതി അംഗീകാരം നൽകുകയും ചെയ്തു. നീറ്റ് മാനദണ്ഡമാക്കി വേണം പ്രവേശനം നൽകാനെന്നും വിദ്യാർത്ഥികളുടെ ഫീസ് 3 മാസത്തിനകം ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. സർക്കാരുമായി കരാർ ഒപ്പുവെക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. JNU വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ വിദ്യാർത്ഥികൾ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എങ്ങനെയായിരുന്നു മാർച്ച് പുരോഗമിച്ചത്? വലിയ പ്രതിഷേധമാണോ നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിൽ JNUവിലും ദില്ലിയിലും ഉണ്ടാകുന്നത്? മനു, നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ദില്ലി പോലീസിന് ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് JNUവിലെ വിദ്യാർത്ഥികൾ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. JNUവിൽ നിന്ന് എത്തിയ വലിയ വിഭാഗം വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തു. പോലീസ് ആസ്ഥാനത്തിന് ഏറെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് മാർച്ച് തടയുകയായിരുന്നു. അല്പസമയം പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം വിദ്യാർത്ഥികൾ ദില്ലി നോയിഡ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഈ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. വിദ്യാർത്ഥികൾ ദില്ലി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകുകയും ചെയ്തു. എന്തായാലും സമരം കുറച്ചുകൂടി ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ശരി, M സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജഡ്ജി നിയമനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി. നിയമനങ്ങൾ നടത്തിയില്ല എങ്കിൽ കോടതികൾ അടച്ചുപൂട്ടണം. നിരുത്തരവാദിത്വപരമായ നടപടികൾ തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ജഡ്ജി നിയമനത്തിനായി സുപ്രീം കോടതി പിന്തുടരുന്ന കൊളീജിയം സംവിധാനം മാറ്റാൻ നേരത്തെ കേന്ദ്ര സർക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. ഇതിനുശേഷം കൊളീജിയം വഴി വിവിധ ഹൈക്കോടതികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാർക്ക് കേന്ദ്ര സർക്കാർ നിയമന ഉത്തരവ് നൽകിയില്ല. ഇതാണിപ്പോൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനത്തിലേക്ക് സുപ്രീം കോടതിയെ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പേരുകൾക്ക് മുകളിൽ 9 മാസമായി കേന്ദ്ര സർക്കാർ അടയിരിക്കുകയാണെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. രാജ്യത്തെ പകുതിയിലേറെ ഹൈക്കോടതികളിലും ആവശ്യത്തിന് ജഡ്ജിമാരില്ല. കോടതി മുറികൾ പലതും അടച്ചുപൂട്ടിയിരിക്കുന്നു. കർണാടക, അലഹബാദ് ഹൈക്കോടതികളാകട്ടെ പൂർണ്ണമായും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കൊളീജിയം തിരഞ്ഞെടുത്ത പേരുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ തിരിച്ചയക്കുകയാണ് വേണ്ടത്. ഒഴിവ് നികത്താതെ ഈ സംവിധാനം തകർക്കാമെന്ന് ആരും കരുതണ്ട. നിയമനങ്ങൾ വേഗത്തിൽ നടത്തിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ വിളിച്ചു വരുത്തേണ്ടി വരും. നിയമ മന്ത്രാലയത്തിലെ സെക്രട്ടറിമാർക്ക് നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. എന്നാൽ തെരഞ്ഞെടുത്ത പേരുകളോട് വിയോജിപ്പില്ലെന്നും പക്ഷേ നിയമനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. തുടർന്ന് കേസ് വീണ്ടും കേൾക്കാൻ അടുത്ത മാസം 11-ലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയന്ത്രണ രേഖ കടന്ന് പാക് സൈനിക കമാൻഡോകൾ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് BSF. 15 പാക് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് BSF അറിയിച്ചു. 3 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ തകർത്തെന്നും BSF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. കനത്ത ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പാക് സൈന്യത്തിന്റെ പ്രകോപനം കൂടുതൽ ശക്തമായത്. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ട് സമീപം കടന്ന പാക് സൈനിക കമാൻഡോകൾ 30-ൽ പരം BSF പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. സാംബ, രജൌരി, നൌഷേര മേഖലകളിലൂടെയായിരുന്നു ആക്രമണം. 5 BSF ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നൌഷേര സെക്ടറിൽ ഒരു പെൺകുട്ടിക്കും പരിക്കേറ്റു. പാക് സൈന്യം തിരിച്ചടി ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് BSF ഡയറക്ടർ ജനറലുമായി ആശയവിനിമയം നടത്തി.
പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ശക്തമാക്കാൻ BSF DGക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 15 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് BSF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. 3 പാകിസ്ഥാൻ പോസ്റ്റുകൾ പൂർണ്ണമായി തകർത്തെന്നും BSF വ്യക്തമാക്കി. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും BSF പിടികൂടിയതായാണ് വിവരം. കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കനത്ത ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശത്തെ ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. കോടതി ഉത്തരവുകളുടെ മറപിടിച്ച് സംസ്ഥാനത്ത് അനധികൃത കെട്ടിട നിർമ്മാണം വർദ്ധിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ. ഫ്ളാറ്റ് നിർമ്മാണം നിരീക്ഷിക്കാനും ഇടപെടാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഒരുപാട് കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ അവയൊക്കെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കോടതികളുടെ ഇടപെടൽ മൂലമാണ് ഈ വൻകിട മാളുകൾ മുഴുവൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാറ്റൂർ ഫ്ലാറ്റ് വിവാദം നമുക്കെല്ലാവർക്കും അറിയാം. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച 3 ഇൻ്ററിം ഓർഡറുകളുടെ പിൻബലത്തിലാണ് അതിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയത്. അങ്ങനെ കോടതികളുടെ ഇടപെടൽ മൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ഇല്ലാതെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഇതേക്കുറിച്ചൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരും. സോളാർ കേസ് വിധിയിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഉമ്മൻചാണ്ടി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മതിയായ തെളിവുകൾ തന്റെ പക്കലുണ്ട്. തനിക്കെതിരെ പരാതിയിലോ മൊഴിയിലോ പരാമർശം ഉണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ ഒരു വിധത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ല. അത് ഈ പരാതി തന്നവർക്കറിയാം എന്നുകൂടെയുള്ള ബോധ്യം കൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ വേണ്ടത്ര ഗൗരവത്തോടു കൂടി എടുത്തില്ലെങ്കിൽ എടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം. ഏതായിരുന്നാലും ഇത് നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എല്ലാം രേഖകളിലുള്ളതാണ്. കല്യാശ്ശേരിയിൽ കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ VM സുധീരനെ പ്രാദേശിക നേതൃത്വം ബഹിഷ്കരിച്ചു. സ്വത്ത് സംബന്ധിച്ച പരാതി പറയാനെത്തിയവരെ VM സുധീരൻ ആദർശം മറന്ന് ചീത്ത വിളിച്ചു. കല്യാശ്ശേരിയിൽ നീത നമ്പ്യാർക്ക് പുതിയ കെട്ടിടം കോൺഗ്രസ് നിർമ്മിച്ചു കൊടുത്തുവെന്ന് കൊട്ടിഘോഷിച്ചാണ് KPCC പ്രസിഡന്റ് VM സുധീരനടക്കം ഉദ്ഘാടനത്തിനെത്തിയത്. അതേസമയം DCCയും KPCCയും കെട്ടിടത്തിന്റെ പേരിൽ പിരിച്ച പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനടക്കം രാജിവെച്ച് സുധീരന്റെ പരിപാടി ബഹിഷ്കരിച്ചു. ഉദ്ഘാടന സമയത്ത് കെട്ടിടം പണിതത് തനിക്ക് വിറ്റ ഭൂമിയിലാണെന്നും തന്നെ ചതിച്ചാണ് കോൺഗ്രസ് നാടകം നടത്തിയതെന്നും ആരോപിച്ച് കോടതി ഉത്തരവുമായെത്തിയ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ജയകൃഷ്ണൻ പൊട്ടിക്കരയുകയായിരുന്നു. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവനാ, എനിക്ക് ജീവിക്കണ്ട. കാര്യങ്ങൾ അറിയാണ്ട് ഇവരൊന്നും അറിയാണ്ട ഇവർ വരുന്നുണ്ട്. ഇവരുടെ കുടുംബത്തെ പറ്റി ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയ എത്ര കേസിൽ പ്രതികളെ ഇവർ എല്ലാത്തിൻ്റെയും കണക്ക് എൻ്റെ അടുത്തുണ്ട്. VM സുധീരൻ അയാളെ കാണാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനോ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് പരാതി പറയാൻ വന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് ആദർശ ധീരൻ തെറി വിളിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പോലീസ് അസോസിയേഷന്റെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ട്രാഫിക് സ്റ്റേഷനിലെ TS ബൈജുവാണ് സംസ്ഥാന പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി PG അനിൽകുമാറിനെയും വൈസ് പ്രസിഡന്റായി സണ്ണി ജോസഫിനെയും ജോയിന്റ് സെക്രട്ടറിയായി KI മാർട്ടിനെയും ട്രഷററായി S ഷൈജുവിനെയും തെരഞ്ഞെടുത്തു. നിലവിലത്തെ ഭരണസമിതിയാണ് ഇവർ പരാജയപ്പെടുത്തിയത്.